പെട്ടെന്നുള്ളൊരു നോമ്പ് തുറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നമുക്ക് റെഡിയാക്കാൻ പറ്റിയത്. അപ്പോൾ ഞാനും ഹൈഫയും പിന്നെ അനസുമാണ് നോമ്പ് തുറക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് ബാക്കി അതിന് ശേഷം എടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു നോമ്പ് തുറക്കിൻ്റെ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അനസുക്കാനെന്ന് വീട്ടിലേക്ക് വിളിച്ചിങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി. ഓനിങ്ങനെ പണി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പള്ളിയിൽ പോയി വെച്ചിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറാണ് കിട്ടുള്ളൂ. അപ്പോൾ തട്ടിക്കൂടിൽ ഞങ്ങൾ ചെറുതായി നോമ്പ് തുറ ഉണ്ടാക്കി. അപ്പോൾ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും ടൈമിൽ പറ്റിയില്ല. അപ്പോൾ അതിൽ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കുറച്ച് വിഷമമുണ്ടായി തോന്നുന്നു. കാരണം എനിക്കാണെങ്കിൽ ആരും വിളിക്കാനും പറ്റിയില്ല. അത് നോമ്പ് തുറയായിട്ടല്ല, പെട്ടെന്ന് ഇങ്ങനെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഇതാക്കി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ട്. അതിൻ്റെ ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ല, കുറച്ച് എണ്ണക്കടികൾ അതും പിന്നെ ഹൈഫ അന്ന് റവ കേക്ക് ഉണ്ടാക്കിയത് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിരുന്നു അവർ. അപ്പോൾ അതും കൂടി രണ്ടാമത് ഉണ്ടാക്കിയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ വെച്ചാൽ നാളെ നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് പോകേണ്ടി ഇവിടുന്ന് വിസിറ്റിങ്ങിന് അല്ല തിരിച്ച് നാട്ടിൽ ലീവിന് പോവാണ്. അപ്പോൾ നിർത്തി പോവല്ലടാ, ലീവിന് പോവല്ല. അപ്പോൾ അവൻ ലീവിന് പോണതുകൊണ്ട് അവൻ ഇപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടുണ്ട്. അപ്പോൾ അവനെ ഒന്ന് കാണണം. അപ്പം അങ്ങനെ ഒരിത് അല്ലേ എന്താ എന്താന്നും പറയാത്ത ഹൈഫ ബാക്കിൽ ഒളിഞ്ഞിരിക്കുക. എവിടെ ഹൈഫ എന്നെ കാണാനല്ല കേട്ടോ. ആ ഈ സൈഡിലാണല്ലേ സെലിബ്രേഷൻ്റെ ബോക്സ് ഉണ്ടല്ലോ, എവിടെ കാണിക്ക്. അതിലാണ് രണ്ടെണ്ണം, ഒന്നിൽ കേക്കും ഒന്നിൽ എണ്ണക്കടികളും ആക്കിയിട്ടാണ് പോണത്. അതാണ് നമ്മുടെ അടുത്ത് ഉള്ളത് ഇന്ന്. അപ്പോൾ ഉള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റമദാൻ്റെ ഒരു എന്താ പറയുക നോമ്പ് തുറ തന്നെ ഞങ്ങൾ ഉണ്ടാക്കണം അല്ലേ ഹൈഫ? അന്ന് ഫ്രണ്ട്സിനെ എല്ലാവരും വിളിക്കണം വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് എന്താ ഓക്കെ അല്ലേ? ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് തുറ? എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. എങ്ങനെ ഇഷ്ടമായോ? ഫുഡൊക്കെ ഇഷ്ടമായോ? അധികമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അടിപൊളി. എന്താ ഞാൻ പറയിപ്പിക്കുന്ന പോലെയുള്ള ഈ പറയട് അങ്ങനെയല്ല, നിന്റെ രീതിയിൽ നീ പറയടോ. പറയാൻ പറഞ്ഞത് അങ്ങനെ നന്നായിട്ടുണ്ട് എന്നൊക്കെ അല്ലേ? അതെ, എന്താ ചെയ്യാ, നൻപനായി പോയി. പറയണ അതേപോലെ പറയണ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഹൈഫ എനക്കുണ്ട് അങ്ങനത്തെ ഫ്രണ്ടൊക്കെ? നീ പറയണ പോലെ തന്നെ പറയുള്ളൂ, അങ്ങനെയൊന്നുമില്ലല്ലോ. ആ സത്യസന്ധമായിട്ടാ എന്നെ കാണാനോ? ഇജ്ജ് നടുവിൽ വന്നാലും എന്നെ കാണുള്ളൂ. കാരണം വെച്ചാൽ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ കഴിയില്ല, മനസ്സിലായോ? ഇതിനിപ്പോൾ നമ്മൾ ആരെയൊക്കെ എടുക്കാൻ പോണ് മനസ്സിലാ? എന്നോടാണ് പോയി നോക്കാന്താ. ഇനി വേറെ 2-3 പേരും കൂടി എടുക്കാണ്ട്. ഇല്ല, എത്ര പേരുണ്ട് അപ്പോ? ആ കുറച്ച് ഗൗരവക്കാരനാണ് അനസ്. മറ്റേ ഇൻസ്റ്റാ ഫേമസ് ആണ്. ഇൻസ്റ്റയിലൊക്കെ മെയിനായിട്ട് ഇങ്ങനെ റീൽസും ഫോട്ടോസൊക്കെ ഇട്ട് നാടിന് ഒരു കാലത്ത് എന്താ വിതംബനം കൊള്ളിച്ചൊരു മനുഷ്യനാണ് അനസ്. ശരി ശരി. അപ്പം അങ്ങനെ ഒരു 1-2 ഫ്രണ്ട്സിനെ കൂടെ എടുക്കാണ്ട്. അത് എടുത്തിട്ട് നമ്മൾ നേരെ അന്ന് പോയില്ല, ഞങ്ങൾ വെസ്റ്റേൺ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കണം. എന്തായാലും ഓരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കല്ലേ? ഷിഖിലേ, എടാ ഷിഖില, നീ വെസ്റ്റേൺ ഫേവറിന്റെ ഏത് സൈഡിൽ കൂടെ കയറിയത്? നീ വെസ്റ്റേൺ ഫേവറിന്റെ ഏത് സൈഡിൽ കൂടെ കയറിയത്? എടാ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് പോലീസ് സ്റ്റേഷനില്ലേ, ആ അത് കൂടെ ഞങ്ങൾ കയറിയിരിക്കണേ. ഞങ്ങൾ എന്നിട്ട് ഇപ്പുറത്ത് നിൽക്കണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യേ, ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ വന്നിട്ടില്ലേ, പുറത്തേക്ക് ഇറങ്ങ്. ആ ഇപ്പുറത്തെ സൈഡില് അവിടെ മൊത്തം ഓപ്പൺ പാർക്കിംഗ് ഇല്ലേ, അത് കൂടെ ഒരു റൗണ്ട് ചുറ്റ്. എടാ ഒരു റൗണ്ട് ആയോ? എത്തിയടാ? ഇല്ലടാ, ഞങ്ങളവിടെ എത്തി. ഞങ്ങളിതാ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ബാക്കിലുണ്ട്. നീ ആ പാർക്കിങ്ങിന്റെ അവിടെ നിർത്തിക്കോ. ആ പറഞ്ഞ സുഖല്ലേ?
കൊറേ കാലല്ലേ കണ്ടിട്ട്, വെളിച്ച കുറവല്ലേ. അതെ അതെ. എന്റെ ശീലേ നീ ഒരു റൗണ്ട് റൗണ്ടിയോ നല്ല വിളിച്ചല്ലേ പറഞ്ഞ കുറച്ച് കാലത്തിന് ശേഷം കാണുന്നില്ലേ, കുറച്ച് കാലത്തിന് ശേഷം ആണല്ലേ. എടാ നീ വണ്ടി അവിടെ എത്തിയിട്ട് ഉള്ളിൽ പോവാൻ മോനെ, ഞങ്ങൾ ഉള്ളിലുണ്ട്. ഇവിടെ എവിടെ അങ്കിത്ത് എവിടെ? അതെ അതെ അങ്കിത്ത എവിടെ? അതാ അങ്കിത്ത ഇവിടെ എത്തി. പിന്നെ എന്ത് വേണോ? ഇതാ ഞങ്ങള് നിങ്ങക്ക് വേണ്ടി കൊണ്ടുവന്നാണത്. ഓക്കെ, എല്ലാരും കഴിക്കൂ. ഇന്ന് നമ്മള് ചെറിയൊരു നോമ്പുതുറയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നോമ്പുതുറ മീൻസ് പ്ലാൻ ചെയ്തല്ല. റവ കേക്കാണത്. ആ ഓക്കെ, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അവിടെ ഉണ്ടല്ലോ, തൃശ്ശൂരൊക്കെ ഉണ്ടത്. നീ തൃശ്ശൂരിനല്ലേ? അതൊക്കെ അവിടെ ഉണ്ട് സാധനം. എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയാണ്. ഒരു ടീ കേക്ക് ഒക്കെ പറയില്ലേ? ആ അതന്നെ, നൈസ് സാധനം. അങ്കിത്ത എന്തൊന്നും മിണ്ടാത്ത? എടാ നമുക്ക് നോമ്പുതുറ വെക്കണം, സെറ്റാക്കാം. ഓക്കെ, ആ 28-ാം തീയതിനുള്ളിലല്ലേ, ഇൻഷാല്ലാ റെഡിയാക്കാം. ഇത് ഇന്ന് പ്ലാനിങ് ഇല്ലാത്തൊന്നും ഇതായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഇവൻ വിളിച്ചപ്പോ അങ്ങനെ എന്നാ വീട്ടിലേക്ക് പറഞ്ഞതാ. ഞങ്ങൾ എത്തിയും പറഞ്ഞിട്ട് അതൊക്കെ റെഡിയാക്കാം. അതിനെന്താ, അതൊക്കെ സെറ്റാക്കാം. ചെമ്പുണ്ടല്ലോ അവിടെ, ചെമ്പുണ്ടായാൽ മതി. നമുക്ക് ബിരിയാണി എന്തൊക്കെ റെഡിയാക്കാം. അല്ല അങ്കിത്ത, നല്ല വിളിച്ചല്ലേ ക്യാമറ? പുതിയ ഞങ്ങളുടെ സാധനമാണ്. ഒന്ന് ബാക്കിലുണ്ട്, നിങ്ങൾ പറയണൊക്കെ കൂടെ കേക്കും. മൈക്ക് ഒന്നാ കിട്ടിയുള്ളൂ, ഒന്ന് പിന്നെ എക്സ്ട്രാ വാങ്ങിയതാ. അതാ ഐഫ് ഉണ്ടാക്കിയത്. അതെ, എന്നെ ഉണ്ടാക്കാൻ സമ്മതിക്കണില്ല. ഇപ്പൊ കുക്കിംഗ് എല്ലാം ഐഫ് ഏറ്റെടുത്ത്. ഏകദേശം അതാണ്. അത് മഞ്ഞപ്പൊടി ഇട്ട് തന്നെ മഞ്ഞ കളറാവും. കുറവായിരിക്കും. അവര് കച്ചവടത്തിന് വേണ്ടി വിടണല്ലോ. നമ്മള് ആരോഗ്യം നോക്കണം പറയില്ലേ? അപ്പൊ ഹെൽത്തി കുട്ടെന്നൊക്കെ പറയില്ലേ? അതുപോലെയാണ്. ഐഫെന്നൊന്നും മിണ്ടാത്ത പാവം ക്ഷീണിച്ചിരിക്കുക നോമ്പൊക്കെ എടുത്തിട്ട്. അങ്കിത്ത നീ അഭിപ്രായം പറഞ്ഞില്ല കേട്ടോ. അങ്കിത്തല്ലേ? ഇനി അവിടെ ഷിഗിലുണ്ട്. ഷിഗില് കൊറേ നേരമായി വിശന്നിട്ട് വയ്യാണ്ട വിളിച്ചിക്കണത്. അത് ശരി, എന്നോട് പറഞ്ഞത് ഉള്ള ഫുഡൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അലുമിനിയം ഫോയിലിൽ പാക്ക് ചെയ്ത്. ഓ അങ്ങനെ. എന്തായാലും അവിടെ പോയി നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി തുടങ്ങാം. ഞാനിവിടെ ഫിറ്റ് ചെയ്തു. നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ? എവിടെ ഷിഗിൽ എവിടെ? ഉള്ളിലാണോ? ഞങ്ങളിവിടെ മറ്റേ വാലന്റൈൻസ് ഡേക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നേ. അതാണ് ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങളുടെ പേരൊക്കെ ഉണ്ട് അതിൽ. എനക്കൊരു ടാസ്ക് തരട്ടെ? അതിൽ ഞങ്ങളുടെ പേര് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ടാസ്ക് ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിത്തരാം. അത് കൈപിടിക്കും, നോക്കട്ടെ. ഇത് ഇവർക്ക് അറിയാതെ തോന്നുന്നു. ഇവിടെ ഇവർ വന്ന് കണ്ടുപിടിച്ച് പോകുന്നുണ്ട്. ആ ഏകദേശം. അയ്യോ, കണ്ടുപിടിക്കും. 30 സെക്കൻഡ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. അങ്ങനെ രണ്ടുപേരിന്റെ ഏകദേശം തീർന്നു. 30 ഇട്ടാണ്ട് ഒരുമിച്ച് തുടങ്ങി അവർ തോറ്റുപോയി. ഈസയുടെ ഉണ്ടായിരുന്നു. അതെ, ഐഫിൽ ടവറിന്റെ അല്ലേ? അതിന്റെ ഇതില്ല. ഇത് എന്ത് ഈഫിൽ ടവറാ? പോലെ അങ്ങോട്ട് പോലെ. അവൻ പിന്നെ ഫുള്ള് ബിസിനസ് ആയിരുന്നു. അവൻ പ്ലാൻ ബിയും പ്ലാൻ സി ഒക്കെ ഇരിക്കും. സമൂസയല്ല ഞാൻ കണ്ടുക്കണത്. കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഈ സാധനം ഒന്നും ഫ്രഷ് ആയിരിക്കില്ല. ഇത് കുറേ ദിവസമായിട്ട് തിങ്ങ തന്നെ ഉണ്ടാകും.
അത് ശരിയാണ്, ഉണ്ടാക്കി തരണം. ചൂടാക്കാണ്ടി തരും. പറ്റിക്കലാണ്. ആ ചതിപ്പെടുത്ത് അങ്ങോട്ട് വരണ്ടല്ലോ. അങ്കിത്തെ മതിയടാ, ഒന്ന് എടുത്തേക്ക്. നിന്റെ കൂട്ടുകാരൻ നാട്ടിൽ പോണു നാളെ. എന്ത് കൂട്ടുകാരൻ? എന്തേ പോണ്ടേ? നാട്ടിൽ പോണ്ടേ? ഇവിടെ ഒരാളുടെ അടുത്ത് തന്നെ പോകും കേട്ടോ. അതാ പറഞ്ഞു, നീ മാക്സിമം അവിടെ പോയിട്ട് നോക്ക്, ലീവ് കിട്ടണ പോലെ. അതൊക്കെ അവിടെ പോയി റെഡിയാക്കാമല്ലോ. ഇവിടെയൊക്കെ ഞങ്ങൾ അന്ന് വന്നാണ്, അന്ന് വന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പോയി. ഓർമ്മല്ലേ? അല്ല, അവിടെ സിംഗിളായിട്ട് എടുക്കാൻ പറ്റും. അത് ഇവള് എറിഞ്ഞു, ഞാൻ എറിഞ്ഞപ്പോ കൊണ്ട്, ഇവള് എറിഞ്ഞപ്പോ കൊണ്ടില്ല. അത് അവര് ഉടായിപ്പാണ്, സാധനം കിട്ടില്ല, പറ്റിക്കലാണത്. ഞങ്ങളെ പറ്റിച്ചു വന്നു. അതെന്താ? അത് എനിക്കറിയില്ല. അതെ, എൻ്റെ ഹുഡ് ഇട്ടിട്ട് വന്നിട്ട് ഇന്നെ തന്നെ പറയല്ലേ? എന്താ എൻ്റെ കഥ? നടക്ക്. നമ്മൾ കാണാൻ വന്നവൻ ഇതുവരെ കണ്ടിട്ടില്ല, ഓനെ കാണണ്ടേ? ബാക്കിലുള്ള ആൾക്കാർ വരട്ടെ. വേഗം വാ. ഇതാ വാടാ. ഷിഗില എവിടെ? ഷിഗിലിനെ വിളിച്ചാ? എടാ ഷിഗിലിനെ വിളിക്ക്. ഇല്ല, അവൻ പറ്റിച്ചു പോണേ. അതെ, ടെസ്കോ കണ്ടിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ നേരെ കെറ്ററിങ്ങിക്ക് ഇടും വേണ്ടി. അവനെ കൊണ്ട് നമുക്ക് പോവാം. നാളെ അവൻ ഫ്ലൈറ്റിലും പോകണ്ട. ഒഴിവാക്കാനസേ, നീ ഉള്ളിൽ കയറില്ലേ? ഞങ്ങളുടെ ഫ്രണ്ടിനെ തപ്പിയുള്ള നടത്തത്തിലാണ്. അടുത്ത ടാസ്ക്കാണ്, അടുത്ത ഫ്രീ ടാസ്ക്കാണ്. പേടി ടാസ്ക് തീർന്നു, കാരണം നിങ്ങൾ തോറ്റുപോയി അതിൽ. ഇനി അടുത്ത ടാസ്ക് ഷിഗിലിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഷിഗിൽ എവിടെയായിരിക്കും? ഇതിനുള്ള എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും, നോക്കട്ടെ. ഇതാണവൻ, ഷിഗിൽ കണ്ടുപിടിച്ചു. അവസാനം ഷിഗിലിനെ ഞങ്ങൾ കണ്ടെത്തി. നീ എന്താ ഇവിടെ നിൽക്കണേ? ഷിഗിലെ ലൈവാണിത്, നാളെ വരും കണ്ണൂരെത്തുമ്പോ. ഇതാടാ ചോക്ലേറ്റ് ഷിഗിലെ, ഇങ്ങോട്ട് വേടാ. അനസേ എന്നാ അങ്ങോട്ട് ഇരുന്നിരിക്കണം, എന്താ അങ്ങോട്ട് നോക്ക്. എല്ലാരും പറയട്ടെ, മാസം കാണിക്കേ എവിടെ? അതെ, മനസ്സിനൊരു വട്ടപ്പേരുണ്ട്, ഓർമ്മ എനിക്ക്. മാസ്ക ബാപ്പ് ഇല്ല അനസേ? കൊറേ കാലത്തിന് ശേഷം എല്ലാരും ഇങ്ങനെ കൂടുന്നില്ലേ? ക്യാമറ നൈസായില്ലേ? നല്ല ക്വാളിറ്റി ഒക്കെ അല്ലേ? ക്ലിയർ ഒക്കെ ഉണ്ട്. അതെ, ഇവനാണ് എന്നത് എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്തവൻ, ഷിഗിൽ കൊടയക്കാരൻ. അങ്ങനെയല്ലേ? ശരി, ലിഫ്റ്റ് കയറിയിട്ട് എല്ലാരും അങ്ങോട്ട് നിൽക്കണേ. അത് പൂജ്യത്തിലെ വർത്തേലേ പോ. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി പോവല്ലേ? അതെ, ഇനി നേരെ വീട്ടിൽ പോകുന്നു, വീണ്ടും ഫുഡ് കഴിക്കുന്നു, ഇനി വീണ്ടും കടന്നു. ആ ഷിഗിലിന് ടാസ്ക് കൊടുത്തല്ലേ നേരത്തെ? നിങ്ങൾക്ക് ഒരു ടാസ്ക് തരട്ടെ? സിമ്പിൾ ടാസ്ക് ആണ്. ഇതിന്ന് എൻ്റെ വെള്ളിയുംപാടെ പേര് കണ്ടുപിടിച്ചായിരുന്നു, എൻ്റെ ഹൈഫൻ്റെയും പാടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് ഞാനും ഹൈഫയും പാടെ എഴുതിയിട്ടുണ്ട്. പറ്റുമോ? 30 സെക്കൻഡ് നിൽക്കവിടെ. ആ 1 മിനിറ്റ് സമയം തരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സമയം എന്താ നോക്കിക്കോ. 10:11 ഈ സൈഡ് ഉണ്ട്. 10:11 10:12 നിർത്തുന്നേ. ഓക്കെ, തുടങ്ങിക്കോ. അനസേ, ഇവിടെ ഷിഗില് ടാസ്ക് എടുത്തു 1 മിനിറ്റിന് വേണ്ടിയിട്ട്. അങ്കിത്ത് ചെയ്തില്ല. ഓനെ 10:12 ആയി എനിക്ക് തോന്നുന്നു. 11ന്റെ ഇതിലായിരുന്നു കണ്ടു തോന്നുന്നു കേട്ടോ. ശരി, നിനക്ക് കുറച്ചും കൂടി സമയം ഞാൻ തരും. നീ പറ, നീ അങ്ങനെ എന്തായിട്ട് കാര്യമില്ല. നീ കണ്ടുപിടിക്കണമെന്ന് ഞാനും നോക്കട്ടെ. നേരത്തെ ഒരാൾ ടാസ്ക് ചെയ്തു, അവർ തോറ്റു. അവർക്ക് ഞാൻ പക്ഷെ സമയം കുറച്ചേ കൊടുത്തുള്ളൂ. നിനക്ക് ഞാൻ സമയം കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. റോങ്. അടുത്തടുത്തെത്തി. ആ, ഹൈഫ ആൻഡ് ഫായിസ് അങ്ങനെയാണ് എഴുതിയിരിക്കണത്. ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? റോങ് ആണ്, കുറച്ചും കൂടി ഡൗണിക്ക് വരണം നീ. എത്രയും എനിക്ക് ക്ലൂ തന്നു കേട്ടോ. ഇപ്പോൾ അതെ, ഇപ്പം നീ ചൂടിനോട് അടുത്തിരിക്കുന്നു, പക്ഷേ ചൂടിനോട് അടുത്തിട്ടുണ്ട്. തണുപ്പ് പറയുമ്പോൾ ഒരുപാട് ദൂരമാണ്, ചൂടാകുമ്പോൾ അടുത്ത്. എന്തൊക്കെ എവിടെയൊക്കെ നടക്കുമോ?
ശീല സമയം കഴിഞ്ഞു കേട്ടോ. നിനക്ക് തന്ന സമയത്തൊക്കെ ഇതാ സമയം കഴിഞ്ഞു. അതെ കണ്ടുപിടിച്ചിരിക്കുന്നു എവിടെ. അതാ സാധനം കണ്ടെത്തി. പക്ഷെ എന്നാലും കുറച്ച് സമയം വൈകി. 1 മിനിറ്റിന്റെ മേലെത്തി. അങ്ങനെയല്ല 1 മിനിറ്റ് പറഞ്ഞേ. ഇവനിക്ക് ഞാൻ 1 മിനിറ്റ് കൊടുത്തു. പക്ഷെ 1 മിനിറ്റ് 10 സെക്കൻഡിൽ കണ്ടുപിടിച്ചു. ഓന്റെ ബുദ്ധി ഞാൻ കൊടുത്താണ്. നാട്ടിലെ മറ്റേ മസാജറൊക്കെ ചെയ്ത്. എടാ നീ പൈസ കൊടുത്തിരിക്കുക. നീ മോനെ വാ പോവാ. ഇത് വെറുതെ ഓടില്ല, കാശ് കൊടുക്കണം. എന്ത് അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാണ്. നിന്നെ പറ്റിക്കാണ്. വാ 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 പോവാ. വാടാ പൂടാ മതിയടാ. നിനക്കെന്താ പറയാനുള്ളത്? ഒളിപ്പിച്ച് വെക്കുക. ഇതൊക്കെ പരസ്യാവും. എന്താ നിനക്ക് പറയാനുള്ള അങ്കിത്തെ പറ. സെൽഫി എടുക്കണ്ട, എന്തെല്ലാം നമ്മൾ എടുക്കണല്ലോ. നിനക്കെന്താ പറയാനുള്ളത്? നാട്ടിൽ നിനക്കുള്ള ഫുഡ് ഉണ്ട് കേട്ടോ. ഫുഡ് മീൻസ് ഇവിടെ സ്പെഷ്യലായി ഉണ്ടാക്കിയ കേക്കും നെയ്പത്തിരി ഒന്നുമില്ല, റവ കേക്ക്, പിന്നെ മറ്റേ മുളക് ബജി ഉണ്ട്, കുറച്ച് ഉള്ളിവട ഉണ്ട്. വേറൊന്നും കാര്യമായിട്ടില്ല അവിടെ ഫുഡ്. മുട്ട ബജി ഇല്ലടാ. മുട്ട ബജി നമുക്ക് ഇനി ഉണ്ടാക്കാം, നോക്കട്ടെ ടൈം കൊണ്ട്. പക്ഷെ ഞങ്ങളൊന്ന് നോമ്പ് തുറ വെക്കണ്ടേ. നീ ഇന്ന് പോവല്ലേ? സമൂസ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പൊളിച്ചെടുത്ത് തരാം. ഇത് തുറന്നുള്ള സമൂസ അപ്പുറത്തെ അവിടെ ആരൊക്കെ എടുത്തു തരാം. അരസ് മിടുക്കനാണ് അതിന്. നീക്കടാ വണ്ടി എടുക്ക്. വണ്ടി ഇല്ലാണ്ട് വന്നാണ്. എടാ അതാ അലാറം അടിക്കാണ്. നീക്കാൻ കണ്ട് വാ പോവാ. എന്ത് ഫൈനായിരിക്കും വാ. അല്ലാണ്ട് വേറൊന്നും ഇവിടുന്ന് കിട്ടില്ല. നീ അപ്പുറത്തെ വഴി ഉണ്ട്, അവിടെ ഒരു എൻട്രി ഉണ്ട്. നീ വണ്ടി അവിടെ പുറത്തിട്ട് പുറത്തിടാൻ പാടില്ല. ഇവിടെ ഇത്രയും വീതി വിശാലമായ പാർക്കിംഗ് ഉണ്ടായിട്ട് നീ പുറത്തിടേണ്ട എന്തിനാണ്? ഒരു സെൽഫി എടുക്കണ്ടല്ലേ? വാ സെൽഫി എടുക്കാം. നീ എന്തിനാ ടെൻഷനാണ്? ഇന്നത് പിടിച്ചൊരാള് എല്ലാം എടുത്തു പോവല്ലേ? അതെ അനസ്ക എന്തോ കാട്ടുണ്ട്. ഇന്നോ? അതെ ഇവനാണ് നാളെ നാട്ടിൽ പോണ്. അതെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈഫ 5 സ്റ്റാർസ് സൈനിങ് ഓഫ്. താങ്ക് യു. ബൈ. പറ ശീകലെ അഭിപ്രായം പറ എന്താണെന്നുള്ളത്. കാണിക്ക എന്താ സാധനം. ബജികൾ അത് പറ എന്താണ് അഭിപ്രായം പറ. കേക്കിനെ കുറിച്ച് അഭിപ്രായം പറ ആദ്യം. ഇനി എണ്ണക്കടികൾ അത് ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ എല്ലാ ചേരുവകളും എൻ്റെ കൈപ്പുണ്യായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം നന്നായില്ലേ? അടിപൊളിയായില്ലേ? ഫിഷൊന്നുമില്ല, മുളകാണത്. കട്ട്ലേറ്റ് ഉണ്ട്. കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റാ. കട്ട്ലേറ്റ് കണ്ട് കട്ട്ലേറ്റ് അത് ഇന്നലെ ഉണ്ടാക്കിയതാ നമ്മള്. നന്നായില്ല സാധനം. സാധനം അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയത് പൊങ്ങച്ചം പറയില്ല, അറിയാലോ. അതെ ഞാൻ അടുത്തൊരു കൈത്തൊഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ പോയിട്ടൊരു ഹോട്ടൽ തുടങ്ങണം മിക്കവാറും. അല്ല ശീകലേ? അതൊന്നും ഇവിടെ പറയണ്ട. അതെ നല്ല രസമുണ്ട്. ശരി ശരി.